ഹായ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. അപ്പോൾ ISLലെ ട്രാൻസ്ഫർ വിൻഡോ ഇങ്ങനെ തുറന്ന് കിടക്കുകയാണ്. അതായത് ഓരോ ടീമുകളും വമ്പൻ സൈനികങ്ങൾ നടത്തുന്ന രീതിയിലാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് മുംബൈ സിറ്റി FC ഒക്കെ പെരേര ഡയസിനെ തിരിച്ചെത്തിക്കുന്നു. അതുപോലെ ബാംഗ്ലൂരു FC പല മാറ്റങ്ങൾ കൊണ്ടുവരുന്നു. ഈ ഒരു സമയത്ത് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള നീക്കം ഞാൻ പറയാലോ 100% ശരിവച്ചിട്ടുള്ളൊരു നീക്കമാണ്. അതായത് കേരള ബ്ലാസ്റ്റേഴ്സ് നടത്തിയിട്ടുള്ള ഏറ്റവും ടോപ്പ് നീക്കങ്ങളിൽ ഒന്നാണ് അലക്സിസ് മോറ എന്ന് പറയുന്നത് സ്ട്രെങ്ത് ആൻഡ് കണ്ടീഷണൽ കോച്ച്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സിന് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ള ഒരു സംഭവമാണ് ഈ സ്ട്രെങ്ത് ആൻഡ് കണ്ടീഷൻ എന്ന് പറയുന്നത്. കാരണം പല സീസണുകളിലും വലിയ താരങ്ങൾക്ക് പരിക്ക് പറ്റി പുറത്തു പോകുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ചില സീസൺ ഈ ഒരു പരിക്ക് കൊണ്ട് മാത്രം കഴിവിട്ട് പോയിട്ടുള്ള സീസൺ ഉണ്ട്. ചില സീസണുകൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല മികച്ച രീതിയിലുള്ള മത്സരങ്ങൾ കാഴ്ചവെക്കാൻ പറ്റിയിട്ടുള്ള കളിക്കാർ ഇല്ലാതെ നഷ്ടപ്പെട്ട് മൂഞ്ചി തിരിഞ്ഞിട്ടുള്ള ഓരോ സീസണുകൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അവസരത്തിലേക്ക് ഇങ്ങനെ ഒരു കോച്ചിനെ കൊണ്ടുവരുന്നത് വളരെ വലിയ ഉപകാരമായിട്ട് തോന്നി എന്നുള്ളതാണ്. ഇനി ഒരു കോച്ചിനെ പറ്റിയിട്ട് ഡിഫൈൻ ചെയ്യാമെന്നുണ്ടെങ്കിൽ ഞാൻ നെട്ടിത്തെറിച്ച് പോയിട്ടുള്ളൊരു സംഭവം, വെറും 29 വയസ്സുള്ള ഒരു മനുഷ്യനാണ് ഇദ്ദേഹം എന്നുള്ളതിലാണ്. സ്പാനിഷ് നാഷണാലിറ്റി ഉള്ള നമ്മുടെ ഈ കോച്ച് ഖത്തറിലാണ് ഇപ്പോൾ തൻ്റെ ഫുട്ബോളിക കരിയർ ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. സോ ഇതിനിടയിൽ അദ്ദേഹത്തിന് 2 ട്രോഫികളുണ്ട്. ഒന്ന് ഖത്തറിലെ ഒരു മേജർ കിരീടമാണ്, മറ്റൊന്ന് ഏഷ്യൻ കപ്പ് കൂടെയാണ് എന്ന് ഓർക്കണം. പ്രത്യേകിച്ചും കേരള ബ്ലാസ്റ്റേഴ്സ് നല്ല രീതിയിൽ അന്വേഷിച്ച് കണ്ടെത്തിയിട്ടുള്ള ഒരു സൈനിങ് ആണെന്ന് എനിക്ക് തോന്നി. കാരണം നമുക്ക് ആ ഒരു പൊസിഷനിലുണ്ടായിരുന്ന ആ ഒരു വീക്ക് ഉണ്ടല്ലോ, ഈ സ്ട്രെങ്ത് ആൻഡ് കണ്ടീഷൻ്റെ ഈ ഒരു സംഭവം, പരിക്ക് പറ്റുന്നു, നമ്മളെ താരങ്ങൾ പോകുന്നു, ഈ ഒരു വീക്ക് പരിഹരിക്കാൻ പറ്റിയിട്ടുള്ള ഒരാളാണ് എന്നെനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഖത്തറിൽ നിന്നൊക്കെ, അതായത് ഏഷ്യൻ കപ്പൊക്കെ അടിച്ചിട്ടുള്ള ഒരു ആളെ ഇങ്ങോട്ട് കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ അത് കുറച്ചൊരു പ്രൊഫഷണലിസം, കുറച്ച് നല്ലോണം രീതിയിൽ തപ്പിത്തെരഞ്ഞിട്ടായിരിക്കും കൊണ്ടുവന്നിട്ടുണ്ടാവുക. പ്രത്യേകം എടുത്തു പറയേണ്ടത് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ ഒരു മെൻറ്റാലിറ്റിയാണ്. കാരണം നമ്മളൊക്കെ അറിയാം, കളിക്കളത്തിന് ഉള്ളിലല്ലെങ്കിലും ഔട്ട് ഓഫ് ദ പിച്ചിൽ ബ്ലാസ്റ്റേഴ്സ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു കുക്കിംഗ് ആണ് എന്നുള്ളതാണ്. ഈ പ്രാവശ്യം ഇപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു കോച്ചിനെ കൊണ്ടുവരുന്നു. ഇനി തുടർന്നിട്ടുള്ള ഒരു സൈനിങ്, തുടർന്നിട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ, ക്ലബിനോടുള്ള കുറച്ച് കൂറ് പുലർത്തുന്ന കാര്യങ്ങളും കൂടെ മാനേജ്മെൻറ്റ് തന്നു കഴിഞ്ഞാൽ ഇത്തവണ ചിലപ്പോൾ പൊരിക്കാനുള്ള ചാൻസ് ഉണ്ട് എന്നാണ് തോന്നുന്നത്. ഇപ്പോഴും പല താരങ്ങളെയും നോട്ടം ഇട്ടിട്ടുണ്ട് എന്ന് പറയുന്ന റൂമേഴ്സൊക്കെ വരുന്നുണ്ട്. ബട്ട് നമ്മളത് അടിച്ചിറക്കുന്നില്ല. സ്വാഭാവികം. എന്താണ് നിങ്ങളുടെ ഒരു അഭിപ്രായം എന്ന് ജസ്റ്റ് അടിയിൽ കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചുറ്റും കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാൻ മറ്റൊരു വീഡിയോയിൽ വീണ്ടും ഉണ്ടാവും. അതിലേക്കും ബൈ.